ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ രണ്ടാമത് പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡയറി ലീസിൻ്റെ ടൈം വരെ ആയിരുന്നു ഹെന്നാക്കോണിൻ്റെ പേസ്റ്റ് കാണിച്ചിട്ടുണ്ടായത്. അപ്പം ഡയറി ലീസിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ബാക്കി പ്രോസസ്സിങ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡയറി ലീസിന് ശേഷം ഈ പേസ്റ്റ് എങ്ങനെ ഉണ്ടാവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഹന്തി പേസ്റ്റിൻ്റെ മേലയിൽ നല്ല ഡാർക്ക് ബ്രൗൺ കളറും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗ്രീൻ കളറുമാണ് ഉണ്ടാവാൻ. അപ്പോൾ നമ്മളെന്താണ് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിലിനി വെള്ളം വേണോ വേണ്ടോ എന്നെല്ലാം ഉള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അതിലേക്ക് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ബീറ്ററിൻ്റെ മേലേലോ സ്പാച്ചിലിൻ്റെ മേലേലൊക്കെ ഉള്ള ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് എല്ലാം തുടച്ചിട്ട് നമ്മൾ ഈ പേസ്റ്റിലേക്ക് ഹെന്ന പേസ്റ്റിലേക്ക് നന്നായിട്ട് ചേർക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് ടെക്സ്ചർ. അപ്പം കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പേസ്റ്റിൽ പ്രസ് ചെയ്തിട്ട് വലിക്കുന്ന സമയത്താണ് 4 ഇഞ്ച് ലെങ്ത്തോടെ ഈ പേസ്റ്റ് സ്പാച്ചിലിൻ്റെ കൂടെ വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഇതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഷോക്സിലേക്ക് ഞാൻ മെഹന്തി പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കുമ്പോഴേക്ക് തന്നെ എൻ്റെ കൈ ഫുള്ള് കുളമായിട്ടുണ്ടായി, മെഹന്തി പേസ്റ്റ് ഫുള്ള് കയ്യിലായി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കാണാൻ വല്ലാത്തൊരു കോലമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനിത് ഈ എണ്ണ പേസ്റ്റ് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ അധികം ഗ്ലൗസൊന്നും യൂസ് ചെയ്യാറില്ല. ചില സമയത്ത് യൂസ് ചെയ്യും, ചില സമയത്ത് യൂസ് ചെയ്യാറില്ല. പക്ഷേ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് കൈ ഒരു വൃത്തിയാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ കൈ ഫുള്ള് വൃത്തികേടാവും കാണാൻ. അപ്പോൾ നമുക്ക് ഈ എണ്ണ പേസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കണം. അല്ലെങ്കിൽ കോണാക്കി കഴിഞ്ഞാൽ നമ്മൾ മെഹന്തി ഇടുന്ന സമയത്ത് ഒരു ഫിനിഷിങ്ങിൽ വരില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെക്കായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടത് കൈ കൊണ്ട് ഈ മെഹന്തി പൈപ്പിംഗ് ബാഗ് മൊത്തത്തിൽ ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഷോക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ശക്തിയിൽ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഹെന്ന പേസ്റ്റ് ഫിൽറ്റർ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ആ തരികളും കട്ടകളും എല്ലാം അങ്ങോട്ട് പോയിക്കോളും. നമുക്ക് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പേസ്റ്റാണ് ഹെന്ന കോണിലേക്ക് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസിലൊക്കെ നമ്മൾ ആക്കി വെച്ച പേസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അതാണ് ചെയ്യാനുള്ളത്. ഇനി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെലോ ടേപ്പ്, ഒരു വെയിറ്റിംഗ് മെഷീൻ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയ ബുദ്ധി തോന്നിയ ഒരു ചെറിയൊരു സാധനം, അത് ഈ മെഹന്തിയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വെക്കൂലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്തൊരു കാര്യമാണ്. അപ്പം അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റിൻ്റെ പൈപ്പിംഗ് ബാഗിൻ്റെ മേലിലുണ്ടാവില്ല, അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലുതായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പാടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് താഴോട്ടേക്ക് വേഗം അങ്ങ് പോയിക്കോളും. അപ്പം നമുക്ക് എല്ലാ കോൺസും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ കോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു കോണ് 25 ഗ്രാമാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ എല്ലാ കോണും നമുക്ക് ആ ഒരു മെഷർമെൻറ്റിൽ വേഗം ഫില്ല് ചെയ്തെടുക്കാം.
നമ്മളെല്ലാ കോൺസും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യൽ. എനിക്കിതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെയൊക്കെ അറ്റം ഭാഗം ഉണ്ടാവില്ല, നമ്മൾ മെഹന്തി ഇടുന്ന ഒരു ടിപ്പ്, ആ ഒരു ടിപ്പിൽ ഞാനൊരു സെലോ ടേപ്പ് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ചെറിയ ബുദ്ധി തോന്നിയൊരു കാര്യം. എങ്ങനെയുണ്ട് എല്ലാവരും? അപ്പോൾ ഇത് സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ എല്ലാ കോൺസും ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടി ഈസി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതൊന്നും ആരും കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാ കോൺസും ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടില്ലേ? അതാകുമ്പോൾ വേഗം അങ്ങ് പരിപാടി കഴിയും. ഇനി നമുക്ക് മേൽഭാഗമാണ് നമുക്കിനി സീൽ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സീൽ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ സെലോ ടേപ്പിൽ പിശുക്കൊന്നും കാണിക്കാണ്ട് നന്നായിട്ട് തന്നെ സീൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് മെഹന്തി ലീക്കാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഞാൻ 3 സൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് രണ്ട് സൈഡിലും സെൻറ്ററും ഭാഗത്തുമായിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെഹന്തി പേസ്റ്റ് പുറത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സെറ്റാണ്, വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡും ഇതുവരെ ആരും ഇങ്ങനെ ചെയ്ത് വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനും എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കോൺസും ഒരുപോലെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കും. അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മേലയിൽ ഫോൾഡ് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു മെത്തേഡല്ലോ ഒന്നിച്ച് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് അതിനെ വെച്ച് നോക്കുന്നുണ്ട്, അത് ലീക്കാവോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾക്ക് ഫോൾഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതൊരു ഫിനിഷിംഗ് ഉണ്ടോ, അത് ലീക്കാവോ എന്നുള്ളത്. അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് അമർത്തി പിടിക്കാം. നന്നായി ഫോൾഡ് ചെയ്തിട്ട് ടൈറ്റിൽ അമർത്തി പിടിക്കണം. അമർത്തി പിടിച്ചതിന് ശേഷം നമുക്കൊരു സെലോ ടേപ്പ്, കുറച്ചൊരു വലിയ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ബാക്ക് സൈഡ് മുതൽ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കോണ് നല്ല ടൈറ്റിലൊന്ന് സെലോ ടേപ്പ് ചെയ്തിട്ട് കിട്ടും. അങ്ങനെ തന്നെ നമ്മൾ സൈഡിലും കൂടെ ഒരു സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സൈഡ് മുതലിച്ച് അപ്പുറത്തെ സൈഡ് വരെ, അതെല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അപ്പുറത്തെ ഭാഗത്തേക്കും കൂടെ ആ സെലോ ടേപ്പ് ഒന്ന് വലിച്ചൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചതിന് കണക്കായിട്ട് ഒരു സെലോ ടേപ്പും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് വിരൽ വെച്ചൊന്ന് തടവി കൊടുത്താൽ സെലോ ടേപ്പ് അവിടെ സെറ്റായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ഓരോരോ കാര്യങ്ങളും എല്ലാം ഒപ്പരം ചെയ്ത് വെക്കാറില്ല. ഓരോന്നും ഇപ്പോൾ കണ്ടില്ലേ, ഈ വീഡിയോയിലുള്ള പോലെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതാ എല്ലാ കോൺസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ടാഗൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പാക്കിലാക്കിയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യാറ്. ആവശ്യമുള്ള അത്ര ഇപ്പോൾ 2 കോൺസെല്ലാം വേണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്യാറ്. ഇത് നമ്മൾ കൊറിയർ ചെയ്യേണ്ട ഓർഡേഴ്സൊന്നുമല്ല, നമ്മളെ വീട്ടിൻ്റെ അരികത്ത് നിന്ന് തന്നെ വന്ന ഒരു ഓർഡറും പിന്നെ ഫ്രണ്ട്സുമാരും അങ്ങനെയൊക്കെ കിട്ടിയ ഒരു ഓർഡറാണ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൻ്റെ അകത്തേക്ക് മെസ്സേജ് അയക്കാം.
ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തൊക്കെയോ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോസിൽ കാണാം.